എന്താണ് ഇവോപ്പറേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാക്ടേഴ്സ് എഫക്ട് ഇവോപ്പറേഷൻ. ഇവോപ്പറേഷൻ പറയുന്ന പ്രോസസ് ഇൻവോൾവ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് ഓരോ ഫാക്ടേഴ്സും വേരി ചെയ്യാന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ ടൈപ്സ് ഓഫ് ഇവോപ്പറേറ്റേഴ്സ് അല്ലെ, എക്വിപ്മെന്റ് വൈസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഇപ്പോൾ ഇവോപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ്, അതിപ്പോ വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡ് ആയിരിക്കും അല്ലെ, അത് നമ്മൾ വേപ്പറൈസ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നതായിരിക്കും ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടുകയാണെങ്കിൽ ആ പ്രോസസ്സിന് നമ്മൾ എന്താ പറയാ, ഇവോപ്പറേഷൻ പറയാം അല്ലെ. സോ ദിസ് പ്രോസസ് ഓഫ് വേപ്പറൈസിംഗ് a volatile liquid by applying the heat in order to get a concentrated product, അതിന് നമ്മൾ ഇവോപ്പറേഷൻ പറയും അല്ലെ. അപ്പൊ നിങ്ങൾ തിയറിയിൽ കുറെ ഫാക്ടേഴ്സ് എല്ലാം പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഇവോപ്പറേഷനെ എഫക്ട് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ്, ഇപ്പൊ ടെമ്പറേച്ചർ ഉണ്ട്, വേപ്പർ പ്രഷർ ഉണ്ട്, വിസ്കോസിറ്റി ഉണ്ട്, സർഫസ് ഏരിയ ഉണ്ട്, കോൺസെൻട്രേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ഓരോ ഫാക്ടേഴ്സും എങ്ങനെയൊക്കെയാണ് ഇവോപ്പറേഷന്റെ റേറ്റിനെ എഫക്ട് ചെയ്യുന്നത്, അതിനെ കുറിച്ചുള്ള എക്സ്പെരിമെന്റ്സ് ആണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് നമ്മളിപ്പോ എടുത്ത പേജില് എന്താണ് ഇവോപ്പറേഷൻ എന്ന് പറയുന്നത്, അത് ഓൾറെഡി നമ്മൾ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചതാണ്. സോ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് വേപ്പറൈസിംഗ് ദ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ദ വോളറ്റൈൽ ലിക്വിഡ് ടു ഗെറ്റ് എ കോൺസെൻട്രേറ്റഡ് പ്രോഡക്റ്റ്. ഓക്കെ, പിന്നെ ഈ തിയറി ഓഫ് ഇവോപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് in evaporation the heat is transferred to the evaporating liquid so as to provide a latent heat of vaporization. നമുക്ക് ഓൾറെഡി കോൾഡ് ആയിട്ടുള്ള ലിക്വിഡിലേക്ക് നമ്മൾ ഹീറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് വേപ്പറൈസ് ചെയ്ത് നമുക്ക് ഒരു കോൺസെൻട്രേറ്റഡ് പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷന്റെ ട്രാൻസ്ഫർ, അതിനെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയാം ഇവോപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി താഴെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ തിയറിയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ജസ്റ്റ് നോക്കിക്കോട്ടോ. ടെമ്പറേച്ചർ ഇവോപ്പറേഷൻ നമ്മൾ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റേറ്റ് ഓഫ് ഇവോപ്പറേഷൻ കൂടും. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസ് റേറ്റ് ഓഫ് ഇവോപ്പറേഷൻ ഇൻക്രീസ്. ദ സെക്കൻഡ് ഫാക്ടർ വേപ്പർ പ്രഷർ കൂടുന്ന സമയത്ത് the temperature as vapor pressure increases the rate of evaporation increases. And third one is the surface area. നമ്മൾ എടുത്തിരിക്കുന്ന ബീക്കറിന്റെ കപ്പാസിറ്റിയുടെ ഡിഫറൻസ് അനുസരിച്ച് the rate of evaporation increases. So as surface area increases the rate of evaporation increases. And the അതേപോലെയുള്ള ഫാക്ടേഴ്സ് ആണ് മോയ്സ്ചർ കണ്ടൻസിറ്റിയുടെ ടൈപ്പ് ഓഫ് ദ പ്രോഡക്റ്റ് ഫോം. അത് നമ്മൾ എക്വിപ്മെന്റ് പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓരോ എക്വിപ്മെന്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന കോൺസെൻട്രേറ്റഡ് പ്രോഡക്റ്റിന്റെ വേരിയേഷൻസ് ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ടൈപ്പ് ഓഫ് ദ പ്രോഡക്റ്റ് ഫോം ഇറ്റ് ഓൾസോ ഡിപെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ദ എക്വിപ്മെന്റ് യൂസ്. എക്വിപ്മെന്റ് അനുസരിച്ച് ഈ പറയുന്ന പ്രോഡക്റ്റിന്റെ വേരിയേഷൻസ് ഉണ്ടാവും. അതേപോലെ ടൈം ഓഫ് ഇവോപ്പറേഷൻ, ഒരുപാട് ടൈം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന റേറ്റ് ഓഫ് ഇവോപ്പറേഷൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും അല്ലെ. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോർമലി തിയറിയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി താഴെ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഇവോപ്പറേഷൻ, നമ്മൾ കോമൺ ആയിട്ട് ഇവോപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന എക്വിപ്മെന്റ്സ്. ഇതെല്ലാം തിയറിയിൽ നമ്മൾ പറഞ്ഞതാണ്. സ്റ്റീം ടൈപ്പ് കെറ്റിൽ, ഹൊറിസോണ്ടൽ ട്യൂബ് ഇവോപ്പറേറ്റർ, അതേപോലെ ഷോർട്ട് ട്യൂബ് ഇവോപ്പറേറ്റർ, ഫിലിം ഇവോപ്പറേറ്റർ, ക്ലൈമിംഗ് ഫിലിമും അതുപോലെ തന്നെ പോളിംഗ് ഫിലിമും, പിന്നെ ഫോർ സർക്കുലേഷൻ ഇവോപ്പറേറ്റർ. ഇത് കൂടാതെ നമ്മൾ പഠിച്ചായിരുന്നു ഈ പറയുന്ന ഷോർട്ട് ട്യൂബ് ഇവോപ്പറേറ്ററിന്റെ സീരീസ് ആയിട്ട് അറിയുന്നതിനുള്ള മൾട്ടിപ്പിൾ ഇഫക്ട് ഇവോപ്പറേറ്റേഴ്സും അതുപോലെ തന്നെ അതിന്റെ എക്കണോമിക്, ഇത്രയും കാര്യങ്ങളായിരുന്നു തിയറിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് പേജ് എടുക്കുള്ളൂ. നമ്മൾ ഇത് ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റ് ഇവാലുവേഷൻ ഓഫ് ഫാക്ടേഴ്സ് എഫക്ടിംഗ് റേറ്റ് ഓഫ് ഇവോപ്പറേഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ലിസ്റ്റ് ഔട്ട് ചെയ്ത ഫാക്ടേഴ്സ്, ഈ ടെമ്പറേച്ചർ, വേപ്പർ പ്രഷർ, വിസ്കോസിറ്റി, സർഫസ് ഏരിയ, ടൈം ഓഫ് ഇവോപ്പറേഷൻ, അങ്ങനെ പറയുന്ന കുറെ ഫാക്ടേഴ്സ് എങ്ങനെയാണ് റേറ്റ് ഓഫ് ഇവോപ്പറേഷനെ എഫക്ട് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണോ? പേജ് നമ്പർ 15 നോക്കിക്കോളൂ കേട്ടോ. എയിം നോക്കാം. To study the effect of various factors affecting the rate of evaporation. അപ്പോ ഈ പറയുന്ന എക്സ്പെരിമെന്റിന് ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. Heat 50 ml, 100 ml and 250 ml. Then there is a requirement of water bath, measuring cylinder, sodium chloride and glycerin. Okay. അപ്പോ ഈ തിയറി ആസ്പെക്ട്സിൽ പറയുന്നതെല്ലാം നമ്മൾ ഓൾറെഡി കണ്ടന്റ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റേറ്റ് ഓഫ് ഇവോപ്പറേഷൻ കൂടും. സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ increases, then rate of evaporation increases. Viscosity, as the viscosity of the solution or the liquid increases, the rate of evaporation decreases. പിന്നെ as the concentration, നമ്മളിപ്പോൾ തന്നിരിക്കുന്ന ഒരു ലിക്വിഡിലേക്ക് ഏതെങ്കിലും ഒരു സോളിഡ് വെച്ച് നമ്മൾ മിക്സ് അപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ സോളിഡ്, ആ ലിക്വിഡിന്റെ റേറ്റ് ഓഫ് ഇവോപ്പറേഷൻ എന്ത് ചെയ്യും? റേറ്റ് ഓഫ് ഇവോപ്പറേഷൻ increases. ഏതെങ്കിലും ഒരു സോളിഡ് നമ്മൾ മിക്സ് അപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ലിക്വിഡിന്റെ ഇവോപ്പറേഷൻ ആയിരിക്കും റേറ്റ് ഓഫ് ഇവോപ്പറേഷൻ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ആ കണ്ടന്റാണ് നമ്മളിവിടെ പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, ഇനി പ്രൊസീജിയർ നോക്കിക്കോട്ടോ. ഇവിടെ നമ്മൾ 3 ഫാക്ടേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. The effect of surface area, viscosity and the conservation solutions are studied. Okay, അപ്പോൾ 3 ഫാക്ടേഴ്സ് ഏതൊക്കെയാ? സർഫസ് ഏരിയ, വിസ്കോസിറ്റി, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ. അപ്പോൾ ഓരോന്നിനെയും പ്രൊസീജിയർ
beaker containing water is weighed, the weights are recorded in the column. Okay. അപ്പോൾ സർഫസ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ? അപ്പോൾ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഒരേ ടൈപ്പ് ബീക്കർ എടുത്ത് കാര്യമുണ്ടോ? ഇല്ല. ഡിഫറെന്റ് വോളിയൂംസ് ഉള്ള ബീക്കേഴ്സ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് ഏതൊക്കെ പറയുന്നത് 50, 100 അതേപോലെ 250 അതിന് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് എത്ര ml വാട്ടർ ഒഴിക്കുന്നത്? 20 ml വാട്ടർ സ്റ്റേക്ക്. ഓക്കെ. എന്നിട്ട് ഈ 20 ml വാട്ടർ പ്ലസ് ബീക്കറുള്ള വെയിറ്റ് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ. ഇനി നോക്കിക്കോളൂ. The water is heated in a water bath at constant temperature 70 degrees Celsius for about 30 minutes. After heating, all the beakers are weighed again. The weight is recorded in the column. അപ്പോൾ ആദ്യം ഇനീഷ്യലി ഈ പറയുന്ന ബീക്കർ പ്ലസ് 20 ml ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അതിന് നമ്മൾ വെയിറ്റ് നോട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? 70 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ വാട്ടർ ബാത്ത് വെച്ച് നമ്മൾ ഹീറ്റ് ചെയ്തു. ഫോർ അബൌട്ട് എത്ര മിനിറ്റ്സ് ആണ്? 30 മിനിറ്റ്സ്. അരമണിക്കൂർ 30 മിനിറ്റ്സ് നമ്മൾ ഹീറ്റ് ചെയ്തതിനു ശേഷം പിന്നീടുള്ള വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യാം? കോളത്തിൽ നോട്ട് ചെയ്യാം. ഇനി the difference between the weights is determined. The difference reflects the amount of water evaporated. അപ്പോൾ ഇനീഷ്യൽ ആയിരുന്ന ബീക്കർ പ്ലസ് വാട്ടറുള്ള വെയിറ്റ് ആഫ്റ്റർ 30 മിനിറ്റ്സ് 70 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഹീറ്റ് ചെയ്ത വെയിറ്റ് നമ്മളുടെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ പറയുന്ന ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യാം? കോളത്തിൽ നോട്ട് ചെയ്യാം. ഓക്കെ. ഇനി the rate of evaporation is calculated by the equation. എന്താണ്? quantity of the water evaporated, quantity of water evaporated divided by heating time in minutes. എത്ര മിനിറ്റ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്? 30 മിനിറ്റ്. ഇതാണ് നമ്മുടെ റേറ്റ് ഓഫ് ഇവോപ്പറേഷൻ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പ്രൊസീജിയർ ക്ലിയർ ആണോ? ഇവോപ്പറേഷൻ സർഫസ് ഏരിയ നോക്കാൻ വേണ്ടി നമ്മൾ 3 ഡിഫറെന്റ് വോളിയൂംസ് ഉള്ള ബീക്കേഴ്സ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി അത് വെച്ചിട്ട് ഗ്രാഫ് ഈസ് പ്ലോട്ടഡ് ബൈ ടേക്കിംഗ് ദ റേറ്റ് ഓഫ് ഇവോപ്പറേഷൻ ഓൺ ദ y ആക്സിസ്. ഏതാണോ ഫാക്ടർ സ്റ്റഡി ചെയ്യുന്നത് അതിൽ നമ്മൾ x ആക്സിസ് എടുക്കുക. അപ്പോൾ ഇവിടെ എടുക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇവോപ്പറേഷൻ ആണ്. And here we have taken the surface area. ഇത് തമ്മിൽ ഒരു ഗ്രാഫ് ആയിരിക്കും. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊസീജിയർ പറയുന്നത്. ക്ലിയർ ആണോ? സെക്കൻഡ് നമ്മൾ നോക്കിക്കോളൂ. The effect of viscosity. എങ്ങനെയാണ് വിസ്കോസിറ്റി വേരി ചെയ്യുക? ഒരുപാട് വിസ്കസ് ആയിട്ട് സൊല്യൂഷൻ ആണെങ്കിൽ അതിൽ നിന്നുള്ള റേറ്റ് ഓഫ് ഇവോപ്പറേഷൻ കുറവായിരിക്കും അല്ലേ? അപ്പോൾ വിസ്കോസിറ്റി സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമ്മൾ വാട്ടറിന്റെ കൂടെ ഇവിടെ ആഡ് ചെയ്യുന്ന ഏജന്റ് ആരാണ്? ഗ്ലിസറിൻ ആണ് കേട്ടോ. ഒന്ന് നോക്കിക്കോളൂ. The different concentrations of glycerin water mixture are prepared in the different beakers. The beaker containing glycerin water at room temperature is given and the weights are recorded. All the beakers are heated in the water bath at 70 degrees Celsius for about 30 minutes. സെയിം പ്രൊസീജിയർ തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ 3 ബീക്കേഴ്സ് എടുക്കുന്നതിന് പകരം ഒരു വോളിയം ഓഫ് ബീക്കർ നിങ്ങൾ ഫിക്സ് ചെയ്യും. 100 ml എടുക്കുന്നെങ്കിൽ ആ 100 ml ബീക്കറിൽ നമ്മൾ എടുക്കുന്ന മിക്സ്ചറിലാണ് വ്യത്യാസം. വാട്ടർ എലോൺ എടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ടേക്ക് ദ മിക്സ്ചർ ഓഫ് വാട്ടർ പ്ലസ് ഗ്ലിസറിൻ. അപ്പോൾ ഗ്ലിസറിന്റെ വോളിയം ആണ് നമ്മൾ എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്തെടുക്കുക. 5 ml, 10 ml, 50 ml ഗ്ലിസറിൻ എടുക്കുക. ഇത് മിക്സ്ചർ ഓഫ് വാട്ടർ. അപ്പൊ രണ്ടും കൂടെ മിക്സ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം സിമിലർ ആണ്. എന്താണ്? നമ്മൾ അതിനെ ആദ്യം ഇനീഷ്യലുള്ള വെയിറ്റ് എടുത്ത് വയ്ക്കാം. 5 ml ഗ്ലിസറിൻ പ്ലസ് നമ്മൾ ഈ പറയുന്ന വാട്ടർ 20 ml വാട്ടർ എടുത്തിട്ട് ആ 50 ml ബീക്കറിന്റെ ടോട്ടൽ വെയിറ്റ് ആദ്യം കണ്ടുപിടിക്കാം. അതേപോലെ 10 ml ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുള്ള വെയിറ്റ് കണ്ടുപിടിക്കാം. അതേപോലെ 50 ml ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുള്ള വെയിറ്റ് കണ്ടുപിടിക്കാം. അപ്പൊ ഇനീഷ്യൽ വെയിറ്റ്സ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി രണ്ടാമത് ചെയ്യുന്നത് എന്താണ്? ആഫ്റ്റർ ഹീറ്റിംഗ് ചെയ്യുന്ന വാട്ടർ ബാത്ത് ആൻഡ് ഹീറ്റിംഗ് അപ് ടു 70 ഡിഗ്രി സെൽഷ്യസ് ഫോർ അബൌട്ട് എത്ര മിനിറ്റ്സ് ആ? 30 മിനിറ്റ്സ്. 30 മിനിറ്റ്സ് നമ്മൾ ഹീറ്റ് ചെയ്തതിനു ശേഷം പിന്നീട് അതിനുണ്ടാവുന്ന ചേഞ്ചിന്റെ വെയിറ്റ് നോക്കുന്നു. എന്നിട്ട് ഇനീഷ്യൽ വെയിറ്റ് ഫൈനൽ വെയിറ്റ് നമ്മുടെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ എമൗണ്ട് ഓഫ് വാട്ടർ ഇവോപ്പറേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. All the beakers are heated in the water bath at 70 degrees Celsius for about 30 minutes. All the beakers are weighed again. After heating, the weights are recorded. അപ്പോൾ after evaporation നമ്മൾ എന്താണ് ഡിഫറൻസ് ഇൻ വെയിറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യും. The difference between the weights is determined. The difference reflects the amount of water evaporated for about 30 minutes. ഈ പറഞ്ഞ അരമണിക്കൂർ കൊണ്ട് എത്ര വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ആ ഡിഫറൻസ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി the rate of evaporation is calculated by the same equation. That is quantity of the water evaporated. ഇത് എങ്ങനെ കിട്ടുക? ഇനീഷ്യലി ഉണ്ടാവുന്ന വെയിറ്റും നമ്മൾ ഫൈനലി ആഫ്റ്റർ ഇവോപ്പറേഷനുള്ള വെയിറ്റും നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇവോപ്പറേറ്റ് കിട്ടും.
ഈ പറയുന്ന താഴെയുള്ള മീൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. എത്രയാണ്? 30 മിനിറ്റ്സ് തന്നെയാണ്. ഇനി a graph is plotted by taking the similar ആയിട്ട് rate of evaporation. ഇവിടെ നമ്മൾ എടുക്കുന്നത് viscosity ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രൊസീജിയർ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇഫക്റ്റ് ഓഫ് സർഫസ് ഏരിയ, രണ്ടാമത്തെ ഏതാണ്? ഇഫക്റ്റ് ഓഫ് വിസ്കോസിറ്റി. ഇനി മൂന്നാമത്തെ നോക്കിക്കോളൂ, ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ. ഇവിടെ നമ്മൾ വാട്ടറിന്റെ കൂടെ ഏതെങ്കിലും ഒരു സോളിഡ് സബ്സ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ സൂക്ഷിച്ചിട്ടുള്ള സോളിഡ് സബ്സ്റ്റൻസ് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. അപ്പോൾ വാട്ടറിന്റെ കൂടെ സോഡിയം ക്ലോറൈഡിന്റെ പല കോൺസെൻട്രേഷൻസ് ആഡ് ചെയ്തിട്ട് എന്താണ് വേരിയേഷൻ, റേറ്റ് ഓഫ് ഇവാപോറേഷൻ എന്താണ് വേരിയേഷൻ നമ്മൾ നോക്കിക്കോളൂ. 2%, 4%, 6% solution of sodium chloride are prepared by dissolving 1 gram, 2 gram, 3 gram of the sodium chloride in 50 ml water in a beaker. Okay, അപ്പോൾ നമ്മൾ ഒരു ബീക്കർ 50 ml വാട്ടർ എടുത്തു, അതിന് പല കോൺസെൻട്രേഷൻ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്ത് 1 gram, 2 gram, 3 gram എടുത്ത് 2.6% of the solutions നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഇനി ബാക്കിയുള്ള പ്രോസസ്സസ് സിമിലർ ആണ്. The beaker containing sodium chloride is weighed. The weights are recorded in the column. All the beakers are heated in the water bath with the constant temperature 70 degrees Celsius for about 30 minutes. ബാക്കി നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം സിമിലർ ആണ്. അതിന്റെ എല്ലാം നമ്മൾ എന്ത് ചെയ്യാം? ഇനീഷ്യൽ ആയിട്ട് വെയിറ്റ് റെക്കോർഡ് ചെയ്യാം. പിന്നെ അതിനുശേഷം all the beakers are weighed again after evaporation. നമ്മൾ ഈ പറഞ്ഞ 30 minutes ഹീറ്റ് ചെയ്തിട്ട് 70 degrees ആയി കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്തു. Then the weights are recorded. The difference between the weights is determined. The difference reflects the amount of water evaporated in the 30 minutes. അപ്പോൾ ആ ഡിഫറൻസ് എത്രത്തോളം വാട്ടർ ഇവാപറേറ്റ് ചെയ്തു നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പിന്നെ a graph is plotted by taking the rate of evaporation അതുപോലെ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റ്. അപ്പോൾ സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ്, പക്ഷെ നമ്മൾ നോക്കുന്ന ഫാക്ടേഴ്സ് അനുസരിച്ച് നമ്മൾ എടുക്കുന്ന ആൾക്കാർക്ക് മാത്രം വ്യത്യാസമുണ്ട്. ആദ്യം പറഞ്ഞു സർഫസ് ഏരിയ, രണ്ടാമത് വിസ്കോസിറ്റി ആൻഡ് തേർഡ് വൺ ഇസ് കോൺസെൻട്രേഷൻ. അപ്പോൾ ചെയ്തോളൂല്ലേ? അതേപോലെ 2 ലീറ്റേഴ്സിന്റെ എന്നിട്ട് ഇതിന്റെ ഗ്രാഫ് എങ്ങനെയാ ഇതിന്റെ ഇനീഷ്യൽ വെയിറ്റ് നോക്കിയില്ല. നിങ്ങൾ ആദ്യം വെയിറ്റ് നോട്ട് ചെയ്തിട്ടുണ്ടോ? സർഫസ് ഏരിയ റേഡിയസ് എടുത്തു, പിന്നെ ഈ കോർണർ ഇതിന്റെ പെർസെൻറ്റേജ് ട്രൈ ചെയ്യുക. ആദ്യം നമ്മുടെ ഗ്രാഫ് വയ്ക്കാൻ പറ്റുന്നത് ഫസ്റ്റ് ഗ്രാഫാണെങ്കിൽ ടൈം വേഴ്സസ് പെർസെൻറ്റേജ് വേഴ്സസ്, സെക്കൻഡ് ഗ്രാഫാകുമ്പോൾ മോയ്സ്ചർ കണ്ടന്റ് വേഴ്സസ് റേറ്റ്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ കണ്ടുപിടിച്ചത്? CNC എന്നാൽ ക്ലിയർ ആണ് അല്ലേ? ഒരു കാര്യം ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക്